നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നമ്മുടെ മലയാള സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിക്ക് തെലുങ്ക് സൂപ്പർ സ്റ്റാർ പവൻ കല്യാണിൻ്റെ സിനിമയിൽ വില്ലനായിട്ട് അഭിനയിക്കാൻ റോള് വന്നതാണെന്ന്? 2008 ത്രിവിക്രം സംവിധാനം ചെയ്ത് പവൻ കല്യാൺ നായകനായി പുറത്തിറങ്ങിയ സിനിമയാണ് ജൽസ. ആ ടൈമിൽ ഒരുപാട് ഫ്ലോപ്പുകൾക്ക് ശേഷം പവൻ കല്യാണിന് കിട്ടിയ ഒരു ആശ്വാസമായിരുന്നു ഈ പടം. ഈ സിനിമയിൽ വില്ലൻ കഥാപാത്രം ചെയ്തത് തെലുങ്കിലെ പ്രധാന വില്ലൻ വേഷങ്ങൾ ചെയ്യുന്ന മുകേഷ് ഋഷിയായിരുന്നു. എന്നാൽ പലർക്കും അറിയാത്തൊരു കാര്യമാണ്, ഈ വില്ലൻ കഥാപാത്രം ചെയ്യാനായിട്ട് ആദ്യം സമീപിച്ചത് നമ്മുടെ മമ്മൂട്ടിനെയായിരുന്നുവെന്ന്. നമ്മുടെ അല്ലു അർജുൻ്റെ അച്ഛനായ അല്ലു അരവിന്ദായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത്. 2022 ജൽസ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട ഒരു ഇൻ്റർവ്യൂവിൽ നടത്തിയ അഭിമുഖത്തിലായിരുന്നു അല്ലു അരവിന്ദ് ഇത് പറഞ്ഞത്. ഈ വേഷം ചെയ്യാനായിട്ട് ആദ്യം സമീപിച്ചത് മമ്മൂട്ടിനെയായിരുന്നു. എന്നാൽ സിനിമയിലെ ഈ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യമില്ലായ്മയും ഒപ്പം മറ്റു സിനിമകളുടെ തിരക്കുകൾ മൂലവും മമ്മൂട്ടി ഈ സിനിമ വേണ്ടെന്ന് വെച്ചു. അന്ന് ഈ പടത്തിൽ മമ്മൂട്ടി അഭിനയിച്ചിരുന്നേ മമ്മൂട്ടിയുടെ ആദ്യത്തെ തെലുങ്ക് പടമായിട്ട് ഇത് വന്നാലേ. ഒപ്പം മലയാളത്തിലൊരു സൂപ്പർ സ്റ്റാർ തെലുങ്കിലത്തെ ഒരു പ്രധാന സൂപ്പർ സ്റ്റാറിൻ്റെ ഒപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുമെന്നുള്ളൊരു ഇത് കാരണം ഇവിടെ നല്ലൊരു പ്രൊമിനൻറ്റ് ഇത് പവൻ കല്യാണിന് പണ്ടേ കിട്ടിയാനേ. ചിലപ്പോൾ നസ്രാണി, അണ്ണൻ തമ്പി പോലുള്ള പടങ്ങൾ കാരണം മമ്മൂട്ടി ഈ പടം വേണ്ടെന്ന് വെച്ചു. മമ്മൂട്ടീനെ തെലുങ്കിലോട്ട് കൊണ്ടുവരണമെന്ന് അല്ലു അരവിന്ദിനൊരു പ്രത്യേക ആഗ്രഹവും ഉണ്ടായിരുന്നു. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം 2019 യാത്ര എന്ന സിനിമയിലൂടെ മമ്മൂട്ടി തെലുങ്കിലോട്ട് ചേക്കേറി തുടങ്ങി. ഇതേ യാത്രയുടെ രണ്ടാം ഭാഗം, ഏജൻറ്റ് എന്നീ സിനിമകളിലും മമ്മൂക്ക അഭിനയിക്കുകയും ചെയ്തു. മമ്മൂട്ടി ഉപേക്ഷിച്ച ഈ വേഷം പിന്നീട് തെലുങ്കിലെ പ്രധാന വില്ലനായ മുകേഷ് ഋഷിയിലോട്ട് ചെന്നെത്തുകയും ചെയ്തു. പുള്ളി അത് ഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്തു.